ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സീരിയലാണെങ്കിൽ നമുക്ക് അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നവ്യാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം. അതെങ്ങനെയാണ് ആ ട്വിസ്റ്റ് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ നവ്യ നല്ല അടിപൊളി ഒരു നവ്യയായിട്ട് നമ്മൾ കാണാൻ കാത്തിരുന്ന കുറേ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അതൊക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നവ്യയുടെ കിടിലൻ ഒരു ക്യാരക്ടർ പുറത്തു വരുന്നത് കാണാൻ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നയനയുടെ ഇപ്പോഴത്തെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നയനയുടെ ഇപ്പോഴത്തെ ആ ഒരു നിലവാരം എങ്ങനെ പോകുന്നുവെന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ പറയാൻ പോകുന്നത് നവ്യ ഇനി ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം വ്യക്തമായിരിക്കുകയാണ്. അതേസമയം ആ CI കാണിച്ചിരിക്കുന്നത് കള്ളത്തരാണെന്നുള്ള കാര്യം അറിയാലോ. മനഃപൂർവ്വം നയനയെ കൊടുക്കുമായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് ദേഷ്യം ഒട്ടും ഒടുങ്ങിയിട്ടില്ല. അങ്ങനെ മുത്തശ്ശൻ ഒരു തീരുമാനം എടുക്കുകയാണ്, ഏതായാലും സസ്പെൻഷൻ അങ്ങ് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരിരുട്ടടി കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം ആ മുത്തശ്ശനും മുത്തശ്ശൻ്റെ 2-3 ശിങ്കിടികളും കൂടെ കൂടിയിട്ട് നല്ല പണി കൊടുക്കുകയാണ് കേട്ടോ. 8ൻ്റെ പണി തന്നെ CIക്ക് കൊടുക്കുകയാണ്, അടിച്ച് പഞ്ഞിക്കിടുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ നയന പുറത്തിറങ്ങിയതിന് ശേഷം നയനയും ആദർശും കൂടി സംസാരിക്കുന്നുണ്ട്. ആരായിരിക്കും ഈ ഒരു വിവരം നമ്മുടെ നവീനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, നമ്മുടെ വെൽവിഷറായിട്ട് ആരായിരിക്കും നമ്മുടെ ഒപ്പം ഉണ്ടാവുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ആരാണെന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. ആരോ ഒരാളുണ്ട്, എവിടെയോ ഒരു നമ്മളോട് താല്പര്യമുള്ള ആരോ ഉണ്ട്, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ ജ്വല്ലറിക്കാർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. നമ്മുടെ കുടുംബം തകർക്കാനും നമ്മുടെ ജ്വല്ലറിയെ തകർക്കാനും വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുമ്പം ഈശ്വരൻ നമ്മളോടൊപ്പം തന്നെയുണ്ട് ആദർശേട്ട എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നയന തന്നെ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശൻ ഞാൻ ജയിലിൽ കിടന്നിട്ട് കൂടി എന്നെ ഒന്നും വിളിച്ചില്ല, അത്രയ്ക്കൊരു വൈരാഗ്യമൊക്കെ മുത്തശ്ശൻ്റെ മനസ്സിലുണ്ടാവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനെ അങ്ങനെയൊന്നുമില്ല, മുത്തശ്ശൻ മനസ്സുകൊണ്ട് നമ്മളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ രണ്ടും തിരിച്ചു ചെല്ലുന്നതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ ഞാൻ വിജയിച്ച് കാണണം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നതായിട്ടാണ് നയനെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പം നയനെ പറയാം, അത് ശരിയാ ആദർശേട്ടാ, മുത്തശ്ശൻ ഇപ്പോഴും നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് ആ CIക്ക് പണി കിട്ടിയതും സസ്പെൻഷൻ വാങ്ങിക്കൂട്ടിയതും എന്ന് പറയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്, മുത്തശ്ശൻ്റെ സ്വാധീനം കൊണ്ടാണ് ആ CIക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തത്. തന്നെ ജയിലിൽ ഈ സമയത്ത് കിടത്തിയ ആ CIയെ മുത്തശ്ശൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക അവർ. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നവീനാണെങ്കിലും ആലോചിക്കുന്നുണ്ട്, ആരായിരിക്കും ആ പെൺകുട്ടി ഈ വിവരങ്ങൾ ചോർത്തി തന്നത്, അല്ല അവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊക്കെ നന്ദുവിനോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരിയാണ്, ആരോ ഒരു വെൽവിഷർ അങ്ങനെ ഒരു കാര്യം വിളിച്ച് പറയണമെങ്കിൽ വെറുതെയൊന്നും അങ്ങനെ പറയില്ല, നമ്മളോട് താല്പര്യമുള്ള ആരോ എന്തോ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി എന്തൊക്കെ ഉപകാരം ചെയ്തതാണ്. എന്നാലും ഈ ലോകത്ത് നന്മയൊന്നും ഇല്ലാതായിട്ടില്ലല്ലേ നവീനേട്ടാന്ന് ചോദിക്കുക നന്ദു. അപ്പോൾ നവീനും പറയാം, ഇല്ല, എവിടെയോ ആരോ ഉണ്ട്, എന്നെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടെത്താനാവും നമുക്ക് എന്ന് അവർ സംസാരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ നവ്യാണെങ്കിൽ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം വളരെ വലുതാണ് കേട്ടോ, നീ ആ വിവരം നവീനേട്ടനോട് വിളിച്ച് പറയുകയും നവീൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നയനയെ പുറത്തിറക്കാൻ സാധിച്ചത്. അവർ നയനയെ ചതിച്ച് ജയിലിനുള്ളിലാക്കിയേനെ. പാവം നയന ഈ അവസരത്തിൽ അവൾ അകത്ത് കിടക്കുകയായിരുന്നെങ്കിൽ എല്ലാവർക്കും അത് വിഷമമായേനെ. അതുമല്ല, അത് ശരിയല്ല, നയനയും ആദർശേട്ടനും ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെയും അവരെ ചതിക്കാൻ എനിക്കാവില്ല എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ ഇപ്പം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് കാരണം നവ്യേ, നിനക്ക് നയനയോടും ആദർശിനോടും അതുപോലെ മറ്റുള്ളവരോടും എല്ലാം ദേഷ്യമായിരുന്നല്ലോ, പെട്ടെന്ന് തന്നെ നിനക്ക് ഇങ്ങനൊരു സ്നേഹം പൊട്ടിമുളയ്ക്കുമോ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അത് നിനക്കറിയില്ലേ, സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നയനയും ആദർശേട്ടനും ഒന്നും അല്ല തെറ്റുകാർ, അബിയും പിന്നെ ആ ജ്വല്ലറിക്കാരുമാണെന്ന് എനിക്ക് മനസ്സിലായി, പിന്നെയും എനിക്ക് എൻ്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല നീ അവളെ രക്ഷപ്പെടുത്തി, നിൻ്റെ മനസ്സിൽ അവളോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചു, പക്ഷേ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടും നീ അബിയോട് അതറിഞ്ഞ ഭാവം ഭാവിക്കാതിരിക്കുകയും മറ്റുള്ളവരാരോടും ഇതിനെക്കുറിച്ച് നീ ചർച്ച ചെയ്യാതെ ഇരിക്കുകയൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചിട്ട് പോന്നതല്ലേ? അടുത്ത ദിവസം തന്നെ അബി ജ്വല്ലറിയിൽ മാനേജറായിട്ട് കയറും എന്ന് പറഞ്ഞ് നിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും അത് താല്പര്യമില്ലാഞ്ഞിട്ടും നീ അവിടെ ചെന്ന് വിളിച്ചിട്ട് പോന്നില്ലേ എന്ന് ചോദിക്കുക.
അപ്പോൾ നവ്യ പറയാ അതൊക്കെ ഒരു രസം, അവരിപ്പം സന്തോഷിച്ച് ആശ്വസിച്ചിരിക്കുകയല്ലേ നയന ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും ഒന്ന് തിരികേറ്റി വിടാൻ വേണ്ടി ഞാൻ പോയതാ. എൻ്റെ മനസ്സിൽ അവരോട് ദേഷ്യപ്പെടണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ ഞാൻ അവതരിപ്പിക്കുന്ന നാടകത്തിന് ഒരു റിയാലിറ്റി വരണമെങ്കിൽ അതൊക്കെ വേണ്ടി വരത്തില്ലേ. അവരിപ്പോഴും വിശ്വസിക്കട്ടെ ഞാൻ അബിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെന്ന്. ജ്വല്ലറിക്കാരുടെ ജോലിക്കാരിയാണ് ഞാനെന്ന്. അങ്ങനെയൊക്കെ എല്ലാവരും വിശ്വസിച്ച് മുന്നോട്ട് പോട്ടെ. പക്ഷേ സത്യങ്ങളൊക്കെ ഈ നവ്യ തന്നെ കണ്ടുപിടിച്ചിരിക്കും, അത് നീ നോക്കിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ നന്നായി, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നീ ഈ സത്യം നിന്നോട് നിൻ്റെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആയിരിക്കുമോ ചിലപ്പോൾ പ്രതികരിക്കുക. അപ്പോൾ നവ്യ പറയുക, ആ കാര്യമൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ചിലപ്പം ഇതിൽ മോശമായിട്ട് പ്രതികരിച്ചേനെ. ആ സമയത്ത് അങ്ങനെ ഒരു വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അബിയെ ചിലപ്പോൾ ഞാൻ വെട്ടിക്കൊന്നേനെ. അതുകൊണ്ടൊക്കെ ആയിരിക്കും മുത്തച്ഛനും എല്ലാവരും എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്. എന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചവർക്കൊക്കെ ഒരു ചെറിയ ശിക്ഷ ഞാനായിട്ട് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഈ നാടകം. അവരുടെയൊക്കെ മനസ്സിനെ ഞാൻ കുറച്ചുകൂടി ഒന്ന് വിഷമിപ്പിക്കും, ഒന്ന് നാടകം കളിപ്പിക്കും, ഒന്ന് കുരങ്ങ് കളിപ്പിക്കും. എൻ്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ എന്നെ എല്ലാവരും കൂടെ പറ്റിക്കായിരുന്നില്ലേ സത്യങ്ങൾ വിളിച്ചു പറയാതെ. ഞാനിപ്പോൾ എന്ത് കടുങ്കൈ ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവരിങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ടും പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവത്തിന് എടുത്തുചാട്ടം ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചതാ. പക്ഷേ ഈ കാര്യം അറിഞ്ഞിട്ടും നീയൊന്നും എടുത്തു ചാടിയില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പിരിയാണ് കേട്ടോ. പക്ഷേ നവ്യ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും നവ്യയ്ക്ക് ആകെ മൊത്തം ഒരു വിഷമാണ് കേട്ടോ മനസ്സിൽ. കാരണം അബി തന്നെ ചതിച്ചല്ലോ എന്നും, ചന്തുമോള് അബിയുടെ കുഞ്ഞാണല്ലോ, അനഘയെ ചതിച്ചാണല്ലോ ഇവൻ ഇത് നേടിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ വരും തോറും അബിയോടുള്ള ദേഷ്യവും ജലജയോടുള്ള ദേഷ്യവും ഒക്കെ കൂടി വരികയാണ്. അതിൻ്റെ ഒപ്പം നവ്യ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ജ്വല്ലറിക്കാർ അവരും എന്തിനാണാവോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്, എന്തുകൊണ്ടാണാവോ അവർ എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചത്. അബിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡേവിഡ് സാറ് എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ കുഞ്ഞല്ല ചന്തുമോളെ തന്നെ അറിയിച്ചത്. അത് കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. മുത്തശ്ശൻ എനിക്കൊരു ക്ലൂ തന്നതുകൊണ്ട് തന്നെ ഞാനത് വിശ്വസിച്ചില്ല. DNA ടെസ്റ്റിനായിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു, അതുകൊണ്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞു. എന്നിട്ടും ഞാനിപ്പോൾ നാടകം കളിക്കുന്നുണ്ടെങ്കിലും അബിയോടും ജലജയോടും മറ്റുള്ളവരോടും ഒക്കെ ഉള്ള ദേഷ്യം എനിക്ക് ഒരുപാടാണ്. പാവം ചന്തുമോള്, അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് കുറ്റപ്പെടുത്തി. പാവ കുഞ്ഞിൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. അവളുടെ അമ്മ അനഘ അനുഭവിച്ച ദുഃഖം അതെനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അബി ആ പെണ്ണിനെയും പറ്റിച്ചിട്ട് അവളെ മൃതപ്രായയാക്കി ഇട്ടിരിക്കുകയാണ്. ഒന്ന് സംസാരിക്കാനോ ചലിക്കാനോ പോലും കഴിയാതെ അനഘ കിടക്കുന്നു. ഈ ശാപമൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ മെല്ലെ വന്ന് വീഴാതിരുന്നാൽ മതിയായിരുന്നു. അബി ചെയ്തു കൂട്ടുന്ന ഈ ശാപമൊക്കെ അനുഭവിക്കാതെ അവൻ പോവില്ല. അവന് 8ന്റെ പണി കൊടുക്കാതെ ഈ നവ്യ അടങ്ങിയിരിക്കേയില്ല. തൽക്കാലം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ എന്ന് നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ചിന്തിച്ചുകൊണ്ട് ചന്തുമോളെ കുറിച്ചിട്ടുള്ള നല്ല ആലോചനകളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. നവ്യ മനസ്സിൽ അപ്പോൾ ചന്തുമോളെ എടുക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ ആയിട്ട് കാണുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ കുഞ്ഞിനോട് ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എനിക്ക് മാപ്പ് ചോദിക്കണം, അതിനോട് നല്ല രീതിയിൽ പെരുമാറണം, ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തണം. ആദർശേട്ടനും നയനിയും അവരുടെ സ്വന്തം കുഞ്ഞായിട്ട് അവളെ വളർത്തുന്നുണ്ടെങ്കിലും അബിയുടെ കുഞ്ഞ് അത് എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ വളർത്തും. ആ കൊച്ചിനോട് ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം എന്നോട് ദൈവം പൊറുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് വരികയാണ്. അബി വന്നിട്ട് അബി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നാളെയല്ലേ ഞാൻ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാൻ പോകേണ്ടത്. അപ്പോഴേക്കും നവ്യ പറയും, നീയോ അബിയോ എന്ന് പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ ജ്വല്ലറിയിൽ നാളെ തന്നെ ജോയിൻ ചെയ്യണം, നീ അവിടെ മാനേജറായിട്ടിരിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അല്ല രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ, അതൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ശരിയാണ്, രാവിലെ തന്നെ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി ജ്വല്ലറിയിലെ മാനേജർ കസേരയിൽ ഇരുത്തും, ബാക്കി കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോണമെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് അബി, അപ്പം നീ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഞാൻ ജ്വല്ലറിയിലേക്ക് പോകുന്നത് തന്നെ ഇവിടെയുള്ളവർക്ക് ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ നാളെ പൂജയൊക്കെ എൻ്റെ അബി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്. ഈ വീട്ടിൽ നിനക്കൊരു വിലയും കിട്ടുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിനക്ക് ജ്വല്ലറിയിൽ മാനേജറായിട്ടിരുന്നാൽ എന്താ കുഴപ്പം? ഇനിയിപ്പോൾ അതും വേണ്ടെന്ന് വയ്ക്കാനാണോ അബി നിൻ്റെ ഭാവം? അപ്പോൾ അബി പറയും, അല്ല നീ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അത് കഴിഞ്ഞ് അബി അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവുക. ആ സമയത്തും നവ്യ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പഴയ കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയതെന്നും നയനയെ രക്ഷിച്ചതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നവ്യയുടെ മനസ്സിലൂടെ തന്നെ വരികയാണ്.
അന്ന് ഒരു ദിവസം ജ്വല്ലറിയിലേക്ക് ചെല്ലുകയായിരുന്നു നവ്യ. ചെന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഡേവിഡ് ആരെയോ ഫോൺ വിളിക്കുന്നത് കേൾക്കാണ്. അപ്പോൾ നവ്യ ജ്വല്ലറിയുടെ ഡേവിഡിൻ്റെ ക്യാബിൻ്റെ വെളിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. ആ നവ്യ ആ പൂട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടും ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട് ആരാണ്, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവളുടെ പ്രതികരണം. അബിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ, അബിയുടെ കുഞ്ഞ് തന്നെയാ ചന്തമോളെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. പക്ഷെ ഞാൻ അതങ്ങോട്ട് അവളോട് പറഞ്ഞു, അബിയുടെ കുഞ്ഞല്ല ചന്തമോള്, DNA ടെസ്റ്റ് നെഗറ്റീവാണ്, നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയതാണ് ഈ കഥ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ആ നവ്യ വിശ്വസിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാന്ന്. അപ്പോഴേക്കും അവിടുന്ന് ചോദിക്കുക, ഓപ്പോസിറ്റിൽ നിന്ന് നാഗേന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തെങ്കിലും റിപ്പോർട്ടോ റിസൾട്ടോ വല്ലതും അവളുടെ കൊടുത്തു വിട്ടോ എന്ന് ചോദിക്കുക. അപ്പം ഡേവിഡ് പറയുന്നുണ്ട് എന്ത് റിസൾട്ട്, ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞു, അത് അവളങ്ങ് വിശ്വസിച്ചു. റിസൾട്ട് റിപ്പോർട്ടിനൊന്നും നമ്മൾ പോയിട്ടില്ലല്ലോ, ഹബിയുടെ കുഞ്ഞ് തന്നെയായിരിക്കും ചന്ദമോള്, പക്ഷെ നമ്മളതൊന്നും നോക്കാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ നവി അങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്. ഇനി അതിലപ്പുറം ഒന്നും വേണ്ട, ഇനി ഒരു വിശ്വാസത്തിൻ്റെ കാര്യവും വേണ്ട, ഒരു റിസൾട്ടും വേണ്ട, റിപ്പോർട്ടും വേണ്ട, ഞാനെല്ലാം അതങ്ങ് ഓക്കെ ആക്കിയിട്ടുണ്ട് എന്ന് ഡേവിഡ് പറയുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് നവ്യയുടെ മനസ്സിൽ ആകെപ്പാടെ ഒരു പ്രയാസം വരെയാണ്. നവ്യ അവിടെ നിന്ന് ഇറങ്ങുക. നവ്യ ചിന്തിക്കുക, ഇതെന്തിനായിരിക്കും ഡേവിഡ് സാറ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അബിയുടെ കുഞ്ഞല്ല ചന്തമോളെന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ, അബിയെ രക്ഷിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാ, എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവരൊരു DNA ടെസ്റ്റ് ചെയ്തില്ല, വെറുതെ എന്നോട് വാക്കുകൊണ്ട് പറഞ്ഞു ആ റിസൾട്ട് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം. പക്ഷേ ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇതിന് പകരം എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, സത്യമായ കാര്യങ്ങൾ അറിയണം. അതിനായിട്ട് വീണ്ടും അബിയുടെയും ചന്തുമോളുടെയും സാമ്പിൾ എടുത്ത് എൻ്റെ ഫ്രണ്ട് വഴി അത് ഞാൻ ചെയ്തു നോക്കും. സത്യം എനിക്കറിയണം, 100% സത്യം. അബിയെ വെറുതെ കുറ്റപ്പെടുത്താൻ ഞാനില്ല, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞതിലും എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് എനിക്കറിയണം. ഡേവിഡ് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ നവ്യ. അങ്ങനെ വീട്ടിൽ എത്തുകയാണ് കേട്ടോ നവ്യ. വീട്ടിലെത്തുന്ന സമയത്ത് നവ്യ ഇങ്ങനെ മിണ്ടാതെയും ആരോടും ഒരു ചോദ്യവും ഉത്തരവും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് മുത്തച്ഛൻ പറയുന്നുണ്ട്, മോളെ നിൻ്റെ അമ്മ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് നീ അത് വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല, അമ്മയ്ക്കും എന്ത് വേണമെങ്കിലും പറയാലോ, അമ്മയ്ക്കിപ്പം അമ്മയുടെ മരുമോനെ രക്ഷിക്കണം, ആദർശിനെ, അവർക്ക് വീടൊക്കെ വാങ്ങി കൊടുത്തല്ലേ ആദർശ്, അതുകൊണ്ട് എല്ലാ കുറ്റങ്ങളും അബിയുടെ തലയിൽ ചുമത്തണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കള്ളക്കഥ എൻ്റെ മുന്നിൽ മെനഞ്ഞുണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ശരിക്കും ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ, അബിയെക്കുറിച്ച് നിനക്ക് നേരത്തെ നല്ല മുൻധാരണകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് 100% ഉറപ്പുണ്ടായിട്ട് വേണം നീ വിശ്വസിക്കാൻ. ആദർശിൻ്റെ കുഞ്ഞാണോ അബിയുടെ കുഞ്ഞാണോ ചന്തുമോള്, പക്ഷേ ആ കുഞ്ഞ് ഇവിടെ വളരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നിൻ്റെ അമ്മ, നിൻ്റെ പെറ്റമ്മ നിന്നോട് അങ്ങനെ ഒരു നുണ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അവർക്ക് അബിയോ ആദർശനെയോ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. 2 പെൺമക്കളുടെയും ജീവിതം നന്നായിട്ട് പോകണമെന്നേ അവർ ആഗ്രഹിച്ചുള്ളൂ. ഇത്രയും നാളും കനക അതൊക്കെ മറച്ചു വെച്ചു. പക്ഷേ അതിനുശേഷം അവർക്ക് സഹി കെട്ടപ്പോൾ, നിന്റെ അഹങ്കാരം കണ്ടപ്പോൾ ആ കനക പൊട്ടിത്തെറിച്ചതാ. അതുകൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയൊന്നും നീ വിശ്വസിക്കാതിരിക്കേണ്ട നവ്യെ എന്ന് പറയുകയാണ്. അതും നവ്യ റൂമിൽ ചെന്ന് ആലോചിക്കുകയാണ്, മുത്തശ്ശൻ പറഞ്ഞതിലും എന്തെങ്കിലും കാര്യം കാണും. വെറുതെ ഒന്നും മുത്തശ്ശൻ അങ്ങനെ വിളിച്ച് പറയാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ നേരും നിറയ്ക്കില്ലാതെ കൂട്ടു നിൽക്കാതിരിക്കുന്ന ആളല്ല അനന്തപുരിയിലെ അനന്തമൂർത്തി. അതുകൊണ്ട് തന്നെ എന്തായാലും ഡേവിഡ് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അബിയുടെയും കുഞ്ഞിൻ്റെയും മുടിയുടെ സാമ്പിളുകൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഒന്നുകൂടി ഇത് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നവ്യയുടെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം പറയാണ്, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നേരിട്ട് നമുക്ക് കാണാം എന്ന് പറയാണ്. അങ്ങനെ നവ്യയും കൂട്ടുകാരിയും നേരിട്ട് കണ്ട് അങ്ങനെ അബിയുടെയും ചന്തുമോളുടെയും മുടിയിഴകളുടെ സാമ്പിള് ഫ്രണ്ടിനെ ഏൽപ്പിച്ച് DNA ടെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല നിനക്ക് ഇങ്ങനൊരു ടെസ്റ്റ് ഞാൻ ചെയ്തു തരാം, അതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ ഇതിൻ്റെ പേരിൽ നിൻ്റെ കുടുംബജീവിതം തകരാനൊന്നും പാടില്ല, നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, നീ വളരെ കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി എടുക്കണം. ഞാനിത് ചെയ്തിട്ട് അത് നിൻ്റെ ജീവിതത്തിലോ നിൻ്റെ അനുജത്തിയുടെ ജീവിതത്തിലോ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നീ ഇനി എനിക്ക് ചെയ്തു തരണം, ഇത് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ മനസ്സിലിപ്പോൾ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ്, ഒരു പുകമറ പോലെ എല്ലാവരും പലതും പറയുന്നു, ആര് പറയുന്നത് ഞാൻ വിശ്വസിക്കണം. അബിയും അവൻ്റെ അമ്മയും ഒക്കെ എൻ്റെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അവൻ പറയുന്നത് വിശ്വസിക്കണോ അതോ അവൻ അഭിനയമാണോ എന്നുള്ള കാര്യം പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല.
അതുപോലെ ഒരു ഭാഗത്തുനിന്ന് മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, അച്ഛൻ പലരും പലതും പറയുന്നു. ആരും വ്യക്തമായിട്ട് എന്നോടൊരു സത്യവും പറയുന്നില്ല. അബിയെ വിശ്വസിക്കണോ അതോ മറ്റുള്ളവരെ വിശ്വസിക്കണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് 100% വ്യക്തമാകണം. ആരുടെയും വാക്കുകൾ കൊണ്ട് പോരാ. ഇതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടണം. അബിയാണോ ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാകണം. നീ എങ്ങനെയാ അതെനിക്ക് സാധിച്ചു തരണം എന്ന് പറയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യൂ, നിനക്ക് ഞാനത് ചെയ്തു തരാമെന്ന് പറയാം. അങ്ങനെ സാമ്പിളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ നവ്യ പോകുന്നത്. അതിനൊക്കെ ശേഷമാണ് ആ ഫ്രണ്ട് ഈ വിവരം നവ്യയോട് പറയുന്നത്. നവ്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും കൂടെ കാണുമ്പോൾ ആ റിസൾട്ട് കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നവ്യേ നീ ഇത് കണ്ടോ, ചന്തുമോളുടെ അച്ഛൻ അബി തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും. DNA സാമ്പിൾ വെച്ച് നോക്കിയതിൻ്റെ DNA റിസൾട്ട് പോസിറ്റീവാണ്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്. ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ നവ്യ ഞെട്ടിപ്പോവാണ്. നവ്യക്ക് ഏകദേശ ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ഞെട്ടലൊന്നുമില്ല. എന്നാലും നവ്യയുടെ മനസ്സിൽ നല്ല വിഷമം തോന്നുക. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനാണ് ഇങ്ങനെ ഒരു കാര്യം നിനക്ക് ചെയ്തു തന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ നിന്നോട് പറയാം, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ പോകരുത്. നീ കുറച്ച് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി എടുക്കണം. പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുത്. മുഴുവൻ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷമേ നീ ഈ സത്യം അബിയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പാടുള്ളൂ. അവൻ ചെയ്തു കൂട്ടി കള്ളത്തരങ്ങൾ മുഴുവൻ പുറത്തു വരണം. അതുകൊണ്ട് നവ്യ നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇല്ല ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയാണ്, നിനക്ക് ഇക്കാര്യത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇതുപോലുള്ള സഹായങ്ങൾ എന്ത് വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം. നിനക്ക് ഈ കാര്യത്തിൽ എന്ത് സഹായത്തിനും ഞാൻ കൂട്ടിനുണ്ടാവും എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, വളരെ ഉപകാരമുണ്ട്. നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേനെ. ഇനിയിപ്പം എനിക്ക് തുറന്ന് സംസാരിക്കാനും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ നീ ഉണ്ടല്ലോ എന്ന് പറയുമ്പം ഫ്രണ്ടും പറയുന്നുണ്ട്, കേട്ടോ അതെ ഞാനുണ്ട് നിൻ്റെ കൂടെ. അതുകൊണ്ട് മനസ്സിന് എന്ത് വിഷമം ഉണ്ടായാലും എന്ത് സഹായം വേണ്ടി വന്നാലും എന്നെ നീ വിളിച്ചറിയിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടിയെങ്കിലും എടുത്തു ചാടി തീരുമാനം എടുക്കാതെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ജ്വല്ലറിക്കാർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്, അബിയെ സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്ക് മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് എന്തെങ്കിലും ശത്രുത കാണും. അതുകൊണ്ടായിരിക്കും അബിയെയും എന്നെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്നത്. മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനായിരിക്കും. എന്തായാലും ആ ഒരു കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇപ്പം ഈ സത്യം ആരുടെയും മുമ്പിൽ വെളിപ്പെടുത്താനൊന്നും പോകുന്നില്ല. ഇപ്പം നിൽക്കുന്നത് പോലെ തന്നെ ഈ സത്യം അങ്ങ് നിൽക്കട്ടെ എന്ന് നവ്യ വിചാരിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് നവ്യ അറിയുന്നത് കേട്ടോ, നയനെയും ആദർശിനെയും വീഴ്ത്താൻ വേണ്ടി ഡേവിഡ് സംഘവും CIയുമായിട്ട് ചേർന്ന് ഒപ്പിച്ച പണിയാണ് ഈ സ്വർണം വണ്ടിയിൽ കയറ്റി വിട്ടത് എന്നുള്ള കാര്യം. അതും നവ്യ ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് അറിയുന്നത്. ഡേവിഡും CIയും കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ സ്വർണം നയനയുടെയും ആദർശിൻ്റെയും വണ്ടിയിൽ വയ്ക്കും. അവിടെ വച്ച് അവിടുന്ന് അവർ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് താൻ അവരെ റെഡി ചെയ്യണം. വണ്ടിയിൽ നിന്ന് ഈ സ്വർണം കണ്ടെടുക്കണം. അങ്ങനെ നയനെയും ആദർശിനെയും അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നൊക്കെ ഡേവിഡ് ആർക്കോ നിർദ്ദേശം കൊടുക്കുന്നത് കേൾക്കാണ്. അപ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാൾ മറ്റെന്തോ വിചാരിച്ചിട്ടാണ്, താൻ വിചാരിച്ച പോലൊന്നും അല്ല ഇയാളെന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ നയനെ അത് കേട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നവ്യ അത് കേട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നയനെ അറസ്റ്റ് ചെയ്തെന്നുള്ള വിവരം അറിയുന്നതും കേട്ടോ. അപ്പോഴേക്കും നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതെല്ലാം ഡേവിഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യങ്ങൾ നവീനെ അറിയിച്ചു കഴിഞ്ഞാൽ കേസിൽ വിജയിക്കാനും നയനെ കോടതി വെറുതെ വിടാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ വച്ചാണ് ഈ സ്വർണം വണ്ടിയിൽ കയറ്റി വിട്ടത് എന്നുള്ള കാര്യം നയന ഫ്രണ്ട് വഴി നവീനെ അറിയിക്കുകയാണ്. അങ്ങനെ നവീനും നന്ദുവും കൂടി അവിടെ പോയി അന്വേഷിച്ച് ആ സ്ഥലത്ത് വെച്ചാണ് സ്വർണം വണ്ടിയിൽ വെച്ചതെന്നുള്ള വിവരം കോടതിയിൽ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ നയനയെ വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് വെറുതെ വിട്ട് കഴിയുമ്പോൾ നവ്യയ്ക്ക് നല്ല സന്തോഷം തോന്നുകയാണ്. അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യം ഫ്രണ്ടുമായിട്ട് ചേർന്ന് സന്തോഷം പങ്കിടുന്നൊക്കെയുണ്ട്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ CIക്ക് സസ്പെൻഷൻ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ മുത്തശ്ശൻ. അങ്ങനെ CI സസ്പെൻഷനിലായിരിക്കുകയാണ്. പക്ഷേ മുത്തശ്ശൻ്റെ ആ ദേഷ്യമൊന്നും തീരുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നയന മോള് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ അവസ്ഥയിൽ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നല്ലോ, അതിന് കാരണക്കാരൻ ആ CI ആണ്.
അയാൾ ഒരു കൈക്കൂലി വീരനാണ്. എവിടെ നിന്നൊക്കെ പണം കിട്ടിയാലും വാങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കും. സസ്പെൻഷനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നേടി ഒരു ബ്ലാക്ക് മാർക്കൊക്കെ സർവീസിലുള്ള ആളാണെന്ന് പറയാം മുത്തശ്ശിയോട്. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ, നയന മോൾ ആ ഒരു ദിവസമെങ്കിൽ ജയിലിൽ കിടന്നത് അതെൻ്റെ മനസ്സിന് വല്ലാതെ വിഷമമായി എന്ന് പറയും. മുത്തശ്ശൻ പറയാണ്, അയാൾക്കുള്ള പണി കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് സസ്പെൻഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മാത്രം പോരാ, അയാൾക്കൊരു 8ൻ്റെ പണി കൂടെ കൊടുക്കണം. ഈ മൂർത്തിയോടാണ് അയാൾ കളിച്ചത്. മൂർത്തിയുടെ കൊച്ചുമോളെയാണ് അയാൾ ജയിലിലിട്ടത്. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്നൊന്നും താൻ കരുതണ്ടെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ അറിയാവുന്ന കുറച്ച് ഗുണ്ടകളുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് വിളിച്ച് പറയുന്നുണ്ട്, ആ CIക്ക് ഒരു പണി കൊടുക്കണം, ഞാൻ നേരിട്ട് തന്നെ പണി കൊടുക്കുകയും ചെയ്യും, അയാളെ അങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്, അയാളിപ്പം എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴി അയാളെ തടഞ്ഞു നിർത്തി 4 എണ്ണം പൊട്ടിക്കണമെന്ന് പറയണം. അങ്ങനെ നമ്മുടെ CI ബാറിൽ പോയി നല്ല അടിച്ച് ഫിറ്റായി വരികയാണ്. യൂണിഫോം ഒന്നും ഇല്ല കേട്ടോ, കാരണം സസ്പെൻഷനിലായല്ലോ. ആ സമയത്ത് ഇരുട്ടടി കൊടുക്കുകയാണ് മുത്തശ്ശൻ്റെ ഗുണ്ടകൾ ചേർന്നിട്ട്, നല്ലത് കൊടുക്കുകയാണ്. നീ അനന്തമൂർത്തിയോട് കളിക്കാറായോടാ, അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? നിന്റെ വിചാരം എന്താ? അനന്തപുരിയിലുള്ളവരോട് നിനക്ക് കളിക്കാമെന്നോ? അനന്തപുരിയിലെ കൊച്ചുമോളെ നിനക്ക് ജയിലിൽ കിടത്താവുന്നോ? ഇറങ്ങിയും ഇല്ലാതെ ജീവിക്കുന്ന നിന്നെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞ് ഇരുട്ടത്ത് മുത്തശ്ശൻ്റെ ഗുണ്ടകൾ നല്ലത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് CI അടി ഇടി മേടിച്ച് കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്